ഹലോ നമസ്കാരം കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കുക. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അയിത്ത നിർമാർജനം. ഏതാണ്? അയിത്ത നിർമാർജനം. അടുത്ത ക്വസ്റ്റ്യൻ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 19, അനുച്ഛേദം 19. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിന് ഇളവ് ലഭിക്കുന്ന പദവി ഏത്? ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള, എന്താണ് ആർട്ടിക്കിൾ 14? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അല്ലേ. ആ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. രാഷ്ട്രപതി ഇന്ത്യയിലെ പ്രഥമ പൗരൻ ആണ് രാഷ്ട്രപതി. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ പരമോന്നത അധികാരിയാണ് രാഷ്ട്രപതി. സുപ്രീം കോടതി ഉൾപ്പെടെ ഏത് കോടതി നൽകുന്ന ശിക്ഷയും, അതായത് മരണശിക്ഷ ഉൾപ്പെടെ നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനോ മാപ്പ് നൽകാനോ ഉള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്ന ആർട്ടിക്കിളാണ് ഏതാ? ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72. പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 123. പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 123. പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 75. പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 75. ലോകസഭയിലെയോ രാജ്യസഭയിലെയോ അംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാം. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഭരണഘടനയുടെ 245, 246 വകുപ്പ് അനുസരിച്ചാണ് പാർലമെന്റ് നിയമനിർമ്മാണ അധികാരം നൽകിയിരിക്കുന്നത്. ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്നീ 3 ഘടകങ്ങൾ കൂടുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 79. ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് എന്നീ 3 ഘടകങ്ങൾ കൂടുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 79. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ശമ്പളം, അലവൻസുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 97. ആർട്ടിക്കിൾ 97. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ശമ്പളം, അലവൻസുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 97. 79 തിരിച്ചിട്ടാൽ പോരെ. പാർലമെൻറ്റിൽ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? സ്പീക്കർ അല്ലേ. ഡെപ്യൂട്ടി സ്പീക്കറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ എന്ത് ചെയ്യാം? തിരിച്ചിടാം. 97 അവർക്ക് സാലറി അല്ലേ, അലവൻസ് അനുവദിക്കുന്ന അനുച്ഛേദമാണ് 97. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ആരാണ്? പ്രധാനമന്ത്രി. ശുപാർശ ചെയ്യുന്നത് പ്രധാനമന്ത്രി, നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റിപ്പോവരുത്. ശുപാർശ ചെയ്യുന്നത് പ്രധാനമന്ത്രിയും നിയമിക്കുന്നത് രാഷ്ട്രപതിയുമാണ്. ഓക്കെ, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ആകെ അംഗങ്ങളുടെ എണ്ണം 6. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 6. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്നതിനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം. രാഷ്ട്രപതിയെ സഹായിക്കാനും
ഉപദേശിക്കാനുമായി പ്രധാനമന്ത്രി തലവനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 74 അനുസരിച്ച് രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനുമായി പ്രധാനമന്ത്രി തലവനായ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 74. ആർട്ടിക്കിൾ 75 പ്രകാരം പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി എത്ര? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ചെയർമാൻ ആവുന്നതിനുള്ള യോഗ്യത, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്നതിനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം. മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ചെയ്ത വർഷം 2019. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ചെയ്തത് 2019. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. ആരാണ്? KG ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. നോക്കൂ, ഒരു 3 ചോദ്യമെങ്കിലും ഇപ്പം മനുഷ്യാവകാശ കമ്മീഷനുമായി റിലേറ്റ് ചെയ്ത് വന്നു അല്ലേ. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകളൊക്കെ അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വൃത്തിയായിട്ട് പഠിക്കുക. നമ്മൾ റിപ്പീറ്റേഷനും അതുപോലെ അനുബന്ധ വിഷയങ്ങളും പഠിക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഉറച്ചിരിക്കും. ഓക്കെ, നോക്കാം. കേന്ദ്ര സർക്കാരിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 സെപ്റ്റംബർ 28. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 സെപ്റ്റംബർ 28. മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയത് 1993 ഒക്ടോബർ 12. ആസ്ഥാനം മാനവ് അധികാർ ഭവൻ. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവ് അധികാർ ഭവൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ. എന്നാൽ നിലവിൽ അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാനവ് അധികാർ ഭവൻ എന്നറിയപ്പെടുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കമ്മീഷനും അതിൻ്റെ ആസ്ഥാന മന്ദിരങ്ങൾ ഏതാണെന്ന് നോക്കാം. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ഓഗസ്റ്റ് ക്രാന്തി ഭവൻ. മനുഷ്യാവകാശ കമ്മീഷൻ മാനവ് അധികാർ ഭവൻ. കേന്ദ്ര സാഹിത്യ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനമാണ് രവീന്ദ്രഭവൻ. ഏതാണ്? രവീന്ദ്രഭവൻ. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആസ്ഥാനമാണ് സ്വരാജ് ഭവൻ. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആസ്ഥാനമാണ് സ്വരാജ് ഭവൻ. ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജനാ ഭവൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനമാണ് നിർഭയ ഭവൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവൻ. വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സതർക്കതാ ഭവൻ. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ്. ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവചൻ സദൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്. ദൂരദർശന്റെ ആസ്ഥാനം മാണ്ഡി ഹൗസ്. KSEBയുടെ ആസ്ഥാനം വൈദ്യുതി ഭവൻ. KSFEയുടെ ആസ്ഥാനമാണ് ഭദ്രതാ ഭവൻ.
ഭദ്രതാ ഭവൻ. ജസ്റ്റ് കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കും. ഇപ്പോൾ KSFEയിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നതുകൊണ്ട് ഭദ്രമാണ് എന്നൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? 560 കിലോമീറ്റർ. 560 കിലോമീറ്റർ. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ. വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 21ാം സ്ഥാനമാണുള്ളത്. വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിന് നിലവിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 21ാം സ്ഥാനമാണുള്ളത്. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള എന്താണ് അതിൻ്റെ സ്ഥാനമാണ്. ഓക്കെ, ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട് അല്ലെ? ഏറനാട് താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? കുന്നത്തൂർ കൊല്ലം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം. കേരളത്തിലെ ആകെ താലൂക്കുകൾ 78. ജനസംഖ്യ കൂടിയ താലൂക്കാണ് കോഴിക്കോട്. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ട. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ട. കേരളത്തിന് തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിന് വടക്കേ അറ്റത്തുള്ള താലൂക്ക് കാസർഗോഡ്. കേരളത്തിലെ കൂടുതൽ താലൂക്കുകളുള്ള ജില്ലയാണ് എറണാകുളം മലപ്പുറം. കേരളത്തിൽ കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ഏതാണ്? എറണാകുളം മലപ്പുറം. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാട്. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാട്. കേരളത്തിലെ കോർപ്പറേഷനുകൾ 6. കോർപ്പറേഷൻ 6. മുനിസിപ്പാലിറ്റികൾ 87. മുനിസിപ്പാലിറ്റികൾ 87. ഗ്രാമപഞ്ചായത്തുകൾ 941. ഗ്രാമപഞ്ചായത്തുകൾ 941. വികസന ബ്ലോക്കുകൾ 152. വികസന ബ്ലോക്കുകൾ 152. കണ്ടോൺമെന്റ് 1. കണ്ടോൺമെന്റ് 1. നിയമസഭാ മണ്ഡലങ്ങൾ 140. നിയമസഭാ മണ്ഡലങ്ങൾ 140. നിയമസഭാ അംഗങ്ങൾ 140. ലോക്സഭാ മണ്ഡലങ്ങൾ 20. രാജ്യസഭാ സീറ്റുകൾ 9. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏത്? തിരുവനന്തപുരം. ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കൊല്ലം. ജലസേചന പദ്ധതി കല്ലട കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏത്? കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. വയനാട് ലക്കിടിയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ആഫ്രിക്ക വയനാട്. കേരളത്തിന്റെ ആഫ്രിക്ക വയനാട്. കേരളത്തിന്റെ വൃന്ദാവനം മലമ്പുഴ. കേരളത്തിന്റെ വൃന്ദാവനം മലമ്പുഴ. കേരളത്തിന്റെ മെക്ക പൊന്നാനി. കേരളത്തിന്റെ മെക്ക പൊന്നാനി. ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതി. കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതി. കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. കാശ്മീർ മൂന്നാർ. കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. ഹോളണ്ട് കുട്ടനാട്. കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വാഗമൺ. സ്വിറ്റ്സർലാൻഡ് വാഗമൺ. കേരളത്തിന്റെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്ന ബാലരാമപുരം. കേരളത്തിന്റെ നെയ്ത്തുപട്ടണം ബാലരാമപുരം. കേരളത്തിന്റെ ഊട്ടി റാണിപുരം. കേരളത്തിന്റെ ഊട്ടി റാണിപുരം. കേരളത്തിന് ചന്ദന നഗരം മറയൂർ. കേരളത്തിന് ചന്ദന നഗരം മറയൂർ. ആപ്പിൾ നഗരം കാന്തള്ളൂർ. ആപ്പിൾ നഗരം കാന്തള്ളൂർ. മാമ്പഴ നഗരം മുതലമട. മാമ്പഴ നഗരം മുതലമട. മത്സ്യത്തൊട്ടി കുട്ടനാട്. മത്സ്യത്തൊട്ടി കുട്ടനാട്.
കയർ ഗ്രാമം വയനാട്. കേരളത്തിന്റെ കയർ ഗ്രാമം വയനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. കേരളത്തിലെ ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി. കേരളത്തിലെ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏത്? കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും എക്കൽ മണ്ണ്. രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 24% എക്കൽ മണ്ണാണ്. നെല്ല്, കരിമ്പ്, ഗോതമ്പ് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ. പഴയ എക്കൽ മണ്ണ് ബങ്കർ. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനുമാണ് എക്കൽ മണ്ണ്. പൊട്ടാഷ്യന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ചതുപ്പുകൾ പോലെ നനവുള്ള പ്രദേശങ്ങളിൽ ജൈവവസ്തുക്കൾ വീണുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. വെട്ടുകല്ലിൽ നിന്ന് രൂപപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. കായാന്തരിത ശിലകളും പരൽ രൂപശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ഇരുമ്പ് ഓക്സൈഡിന്റെ സാന്നിധ്യമുള്ളതിനാൽ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നു. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ചെമ്മണ്ണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണേത്? ചുവന്ന മണ്ണ്. അതായത് ചെമ്മണ്ണ്. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം. 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. അപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എപ്പോഴാണ്? 1958. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ആനത്താവളങ്ങളിലൊന്നായ അഗസ്ത്യമല താഴ്വര നെയ്യാറിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു. നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒന്നാമത്തേതും ഇന്ത്യയിലെ 10ാമത്തേതുമായ കടുവാ സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 2012 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണുന്ന സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണുന്ന സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 1973 പാലക്കാട് ജില്ലയിൽ നിലവിൽ വന്നു. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ തേക്ക് മരം കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഏഷ്യയിലെ ഏറ്റവും വലിപ്പം കൂടിയ തേക്ക് മരം കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. 2 അയൽ സംസ്ഥാനങ്ങളിലുള്ള വന്യജീവി സങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇതിന് 2 പേരാണുള്ളത്. ഒന്ന് വയനാട് വന്യജീവി സങ്കേതം എന്നും മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും ഈ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. 2 അയൽ സംസ്ഥാനങ്ങളിലുള്ള വന്യജീവി സങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതം. വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് ഈ വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാ പറഞ്ഞ? പെരിയാർ വന്യജീവി സങ്കേതം. 2ാമത് വയനാട് വന്യജീവി സങ്കേതം. 1973 വയനാട്ടിൽ നിലവിൽ വന്നു വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിന്റെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. 1984 ഇടുക്കിയിൽ നിലവിൽ വന്നു. അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. 1984 കണ്ണൂരിൽ നിലവിൽ വന്നു. അപ്പോൾ ആറളം നിലവിൽ വന്നത് 1984. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. ഏതാണ്? കയർ വ്യവസായം. കയർ വ്യവസായത്തിന് പേരുകേട്ട ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറിയാണ് ഡാറാസ് മെയിൽ. 1859 ആലപ്പുഴ. ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ്. കയർ ഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരളം കയർ വർഷമായി ആചരിച്ചത് 2010.
കേരള കയർ ബോർഡ് നിലവിൽ വന്നത് 1954. കയർ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സ്ഥാപിച്ച സ്ഥാപനമാണ് NCRMI, നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥാപിച്ചത് 1994. ആദ്യ കയർ ഗ്രാമം വയലാർ. ഏറ്റവും കൂടുതൽ കയർ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. രണ്ടാം സ്ഥാനം ജർമ്മനി. കയർ ഫെഡ് സ്ഥാപിതമായ വർഷം 1979. കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായത്തിൽ രണ്ടാം സ്ഥാനമാണ് കശുവണ്ടി വ്യവസായം. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കശുവണ്ടി വ്യവസായം കൂടുതലുള്ളത് കൊല്ലത്താണ്. കശുവണ്ടി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസിയാണ് KSACC, കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ. മഴയിലൂടെ പരാഗണം നടക്കുന്ന വിളയാണ് റബ്ബർ, കുരുമുളക് എന്നിവ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന തോട്ടവിളയാണ് റബ്ബർ. റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. എവിടെയാണ്? കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇവിടെയാണ് കൊച്ചി. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥാപിതമായത് 1966. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയാണ് ആലപ്പുഴ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ്. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. കയർ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായി സ്ഥാപിച്ച സ്ഥാപനമാണ് NCRMI, നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കൈത്തറി വസ്ത്രങ്ങളുടെ ശേഖരണങ്ങളും വിതരണവും നടക്കുന്ന സ്ഥാപനമാണ് ഹാൻടെക്സും ഹാൻവീവും. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണ്ണൂരാണ്. ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ വ്യവസായങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ടെക്നോ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏതു പുഴയിലാണ്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. ഏത് പുഴയിലാണ്? തൂതപ്പുഴ. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. എന്താണ് മീൻവല്ലം എന്ന് പറയുന്നത്? കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. 21 മെഗാവാട്ടാണ് ഇവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനം. ഇന്ത്യയിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം, ഇടുക്കി. ഇന്ത്യയിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? ജലവൈദ്യുതിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, മുതിരമ്പുഴ. 1940. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം, മുതിരമ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം, മുതിരമ്പുഴ. എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി, 10 എണ്ണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 4. കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് മൂലമറ്റം, ഇടുക്കി. കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം, ഇടുക്കി. കേരളത്തിലെ 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, പത്തനംതിട്ട, കൂത്തുങ്കൽ, ഇടുക്കി. മണിയാർ, പത്തനംതിട്ട, കൂത്തുങ്കൽ, ഇടുക്കി എന്നിവ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മണിയാർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പത്തനംതിട്ട. സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് ഏത്? പത്തനംതിട്ട. കേരളത്തിലെ 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, പത്തനംതിട്ട, കൂത്തുങ്കൽ, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ. മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത് 1955 ഒക്ടോബർ 9. ഏഷ്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം നെയ്യാർ ഡാമിലാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാറിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രമാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ് മരക്കുന്നം ദ്വീപ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ജോൺ പെന്നിക്വിക്. ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്ക് ആണ്.
മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് ആനന്ദ് കമ്മിറ്റി. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണ് വൈഗ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്, എന്നാൽ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ് ഏത്? ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? തെന്മല ഡാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കി നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇതിൻ്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, ഇത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്